LibreOffice റൈറ്റർ ടെക്സ്റ്റ് ടൈപ്പിംഗ് ബേസിക് ഫോർമാറ്റിന്റെ സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇവയെല്ലാം പഠിക്കും. റൈറ്ററിൽ അലൈനിംഗ് ടെക്സ്റ്റ്, ബുള്ളറ്റ്സും നമ്പറിംഗും, റൈറ്ററിലെ കട്ട്, കോപ്പി, പേസ്റ്റ് ഓപ്ഷനുകൾ, ബോൾഡ്, അണ്ടർലൈൻ, ഇറ്റാലിക്സ് ഓപ്ഷനുകൾ, റൈറ്ററിലെ ഫോണ്ട് നെയിം, ഫോണ്ട് സൈസ്, ഫോണ്ട് കളർ, ഇവയൊക്കെ ഒരു ഡോക്യുമെന്റിൽ ഉപയോഗിക്കുമ്പോൾ ഒരു പ്ലെയിൻ ടെക്സ്റ്റിലുള്ള ഡോക്യുമെന്റിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ആകർഷകത്വവും എളുപ്പമായും വായിക്കാൻ കഴിയുന്നു. ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഉബുണ്ടു ലിനക്സ് 10.04 LibreOffice സ്യൂട്ട് വേർഷൻ 3.3.4 ഉപയോഗിക്കുന്നു. നമ്മൾ ആദ്യം പഠിക്കുന്നത് അലൈനിംഗ് ടെക്സ്റ്റ് ആണ്. താങ്കൾക്ക് റൈറ്ററിൽ താങ്കളുടെ ഇഷ്ടപ്രകാരം ഒരു പുതിയ ഡോക്യുമെന്റ് തുറക്കാവുന്നതാണ്. അതിൽ ഈ പ്രത്യേകതകൾ ഉപയോഗിക്കാം. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ resume.odt എന്ന ഫയൽ നെയിം കൊടുത്ത് ഒരു പുതിയ ഫയൽ ഉണ്ടാക്കിയിരുന്നു. അത് നമ്മളിപ്പോൾ തുറക്കാൻ പോകുന്നു. നമ്മൾ നേരത്തെ resume എന്ന വാക്ക് ടൈപ്പ് ചെയ്ത് പേജിന്റെ നടുക്ക് അലൈൻ ചെയ്തിരുന്നു. അത് സെലക്ട് ചെയ്തിട്ട് അലൈൻ ലെഫ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാം resume എന്ന വാക്ക് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ട്, അതായത് ഡോക്യുമെന്റ് പേജിന്റെ ഇടത് മാർജിനിലേക്ക് നീങ്ങിയതായി. അലൈൻ റൈറ്റ് എന്നതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ താങ്കൾക്ക് കാണാം resume എന്ന വാക്ക് പേജിന്റെ വലത് സൈഡിലേക്ക് നീങ്ങുന്നതായി. ജസ്റ്റിഫൈ എന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ താങ്കൾക്ക് കാണാം resume എന്ന വാക്ക് വലതും ഇടതും മാർജിനുകളുടെ ഏകദേശം ഇടയിലായി. ഇത് താങ്കൾക്ക് വ്യക്തമായി ഒരു വരിയിലോ ഖണ്ഡികയിലോ കാണാവുന്നതാണ്. നമുക്കത് അൺഡു ചെയ്യാം. പ്രത്യേകം പോയിന്റ്സ് കാണിക്കുന്നതിന് ബുള്ളറ്റ്സും നമ്പറിംഗും ഉപയോഗിക്കാം. ഓരോ പോയിന്റും ബുള്ളറ്റ് അല്ലെങ്കിൽ നമ്പർ വെച്ച് തുടങ്ങുന്നു. ഇതുപോലെ ഒരാൾക്ക് ഒരു ഡോക്യുമെന്റിലെ വ്യത്യസ്ത പോയിന്റുകൾ വേർതിരിക്കാൻ കഴിയുന്നു. ഇതിന് മെനു ബാറിലുള്ള ഫോർമാറ്റ് ഓപ്ഷൻ ആദ്യം ക്ലിക്ക് ചെയ്യുക. പിന്നീട് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗിൽ ക്ലിക്ക് ചെയ്യുക. ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഡയലോഗ് ബോക്സിൽ വിവിധ ടാബ്സ് കാണാം. അതിൽ വിഭിന്നമായ സ്റ്റൈലുകളും അത് ഡോക്യുമെന്റിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്പറിംഗ് ചെയ്യുന്നതും ഇതേപോലെയാണ്. നമ്പറിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ വരിയും നമ്പർ വെച്ച് തുടങ്ങുന്നു. ഇനിയും നമുക്ക് നമ്പറിംഗ് ടൈപ്പ് സ്റ്റൈലിന്റെ രണ്ടാമത്തെ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താങ്കൾ ആദ്യത്തെ വാചകം ടൈപ്പ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. നമുക്ക് ടൈപ്പ് ചെയ്യാം നെയിം: രമേശ്. ഒരു വാചകം ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. അടുത്ത നമ്പരോ അല്ലെങ്കിൽ പുതിയ ബുള്ളറ്റ് പോയിന്റോ വരുന്നതായി കാണാം. ബുള്ളറ്റ്സിനകത്ത് ബുള്ളറ്റ്സും അതുപോലെ നമ്പറിനകത്ത് നമ്പറും ഉണ്ട്. അത് ഏത് ഫോർമാറ്റ് ആണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. റെസ്യൂമിൽ രണ്ടാമത്തെ വാചകം നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഫാദേഴ്സ് നെയിം: മഹേഷ്. വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് മദേഴ്സ് നെയിം: ശ്വേത എന്ന് ടൈപ്പ് ചെയ്യുക. ഇതേപോലെ നമുക്ക് വ്യത്യസ്ത പോയിന്റുകളിലായി ഫാദേഴ്സ് ഒക്കുപേഷൻ: ഗവൺമെന്റ് സെർവന്റ് എന്നും മദേഴ്സ് ഒക്കുപേഷൻ: ഹൗസ് വൈഫ് എന്നും ടൈപ്പ് ചെയ്യാം. ടാബും ഷിഫ്റ്റ് ടാബ് കീകളും ഉപയോഗിച്ച് ബുള്ളറ്റ്സിന്റെ ഇൻഡന്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ഓപ്ഷൻ ഓഫ് ചെയ്യുന്നതിനായി ആദ്യം കഴ്സർ ഹൗസ് വൈഫിന് ശേഷം വയ്ക്കുക. എന്നിട്ട് എൻ്റർ കീ ആദ്യം ക്ലിക്ക് ചെയ്യുക. പിന്നീട് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ഡയലോഗ് ബോക്സിലെ നമ്പറിംഗ് ഓഫിൽ ക്ലിക്ക് ചെയ്യുക. നോക്കൂ, ഇനിയും ടൈപ്പ് ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റിൽ ബുള്ളറ്റ് സ്റ്റൈൽ ഉണ്ടാകില്ല. നമ്മുടെ ഡോക്യുമെന്റിൽ നെയിം എന്ന വാക്ക് 2 തവണ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരേ വാക്ക് വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യാതെ റൈറ്ററിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ഓപ്ഷനുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ മദേഴ്സ് നെയിം എന്ന ടെക്സ്റ്റിൽ നിന്ന് നെയിം ഡിലീറ്റ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ഓപ്ഷനുകൾ ഉപയോഗിച്ച് നെയിം വീണ്ടും എഴുതും. ഫാദേഴ്സ് നെയിം എന്ന ടെക്സ്റ്റിൽ നെയിം എന്ന വാക്ക് കഴ്സർ അതിലൂടെ വലിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മദേഴ്സ് എന്ന വാക്കിന് ശേഷം കഴ്സർ വെക്കുക. വീണ്ടും മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
നമുക്ക് കാണാം നെയിം എന്ന വാക്ക് തനിയെ വന്നത്. ഈ ഓപ്ഷനുകൾക്ക് ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. അതായത് കോപ്പിക്ക് Ctrl+Cയും പേസ്റ്റിന് Ctrl+Vയും. ഡോക്യുമെന്റിൽ വലിയ അളവിലുള്ള ഒരേപോലത്തെ ടെക്സ്റ്റ് എഴുതാൻ ഇത് വളരെ ഉപയോഗപ്രദമാണ്. അവിടെ വീണ്ടും വീണ്ടും വാക്കുകൾ എഴുതേണ്ട കാര്യമില്ല. ഡോക്യുമെന്റിൽ ഒരു വാക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിന് കട്ടും പേസ്റ്റും ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മദേഴ്സിന് ശേഷമുള്ള നെയിം എന്ന വാക്ക് ഡിലീറ്റ് ചെയ്യാം. കട്ടും പേസ്റ്റും ചെയ്യുന്നതിനായി ആദ്യം നമുക്ക് ഫാദേഴ്സ് നെയിം എന്ന വാചകത്തിലെ നെയിം സെലക്ട് ചെയ്യാം. മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഫാദേഴ്സിന് ശേഷമുള്ള നെയിം എന്ന വാക്ക് ഇപ്പോൾ ഇല്ല. അതിനർത്ഥം അത് കട്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനിയും കഴ്സർ മദേഴ്സ് എന്ന വാക്കിന് ശേഷം വെച്ചിട്ട് മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താങ്കൾക്ക് കാണാം ആ വാക്ക് മദേഴ്സ് എന്ന വാക്കിന് ശേഷം പേസ്റ്റ് ചെയ്തതായി. കട്ടിന്റെ ഷോർട്ട് കട്ട് കീ T+X. അതുകൊണ്ട് കോപ്പി ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും തമ്മിലുള്ള ഏക വ്യത്യാസം എന്താന്ന് വെച്ചാൽ കോപ്പി ഓപ്ഷൻ യഥാർത്ഥ വാക്കിനെ അതേപോലെ അവിടെ തന്നെ വെച്ചുകൊണ്ട് കോപ്പി ചെയ്യുന്നു. എന്നാൽ കട്ട് ഓപ്ഷൻ പൂർണ്ണമായും ആ വാക്കിനെ അവിടെ നിന്നും മാറ്റുന്നു. ഫാദേഴ്സിന് ശേഷം നെയിം എന്ന വാക്ക് പേസ്റ്റ് ചെയ്യാം. നമുക്ക് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എന്ന പുതിയ ഒരു ഹെഡിംഗ് ടൈപ്പ് ചെയ്യാം. റൈറ്ററിലെ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് പഠിച്ചതിന് ശേഷം ഒരു ടെക്സ്റ്റിന്റെ ഫോൺ നെയിമും ഫോൺ സൈസും എങ്ങനെ മാറ്റാം, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ പഠിക്കാം. ഇപ്പോൾ നമുക്ക് മുകളിലത്തെ ഫോർമാറ്റ് ടൂൾ ബാറിൽ ഫോൺ നെയിം എന്ന ഒരു സ്ഥലമുണ്ട്. സാധാരണ രീതിയിൽ ഫോൺ നെയിം ലിബറേഷൻ സെറിഫ് ഡിഫോൾട്ടായി കിടക്കും. ഫോൺ നെയിമിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ടെക്സ്റ്റിൽ ഉപയോഗിക്കാനും മാറ്റാനും കഴിയും. ഉദാഹരണത്തിന് നമുക്ക് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എന്ന ഹെഡിങ്ങിന് മറ്റൊരു ഫോൺ സ്റ്റൈലും ഫോൺ സൈസും കൊടുക്കാം. ആദ്യം എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോൺ നെയിമിലെ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക. താങ്കൾക്ക് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ വൈവിധ്യമാർന്ന ഫോൺ നെയിം ഓപ്ഷൻസ് കാണാം. ലിബറേഷൻ സാൻസ് കണ്ടുപിടിച്ചിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്ത വാക്കിന്റെ ഫോണ്ട് മാറുന്നതായി കാണാം. ഫോൺ നെയിമിന്റെ അടുത്തായി ഫോൺ സൈസും കാണാം. പേര് പറയുന്നത് പോലെ സെലക്ട് ചെയ്ത വാക്കിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും കൂടാതെ പുതിയ വാക്കിന് ഇഷ്ടമുള്ള സൈസ് കൊടുക്കാനും ഫോൺ സൈസ് ഉപയോഗിക്കാം. ആദ്യം നമ്മൾ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യും. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഫോൺ സൈസ് 12 ആണ്. ഇനിയും ഫോൺ സൈസിന്റെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് 11ൽ ക്ലിക്ക് ചെയ്യുക. താങ്കൾക്ക് കാണാം ഫോൺ സൈസ് കുറഞ്ഞതായി. ഇതേപോലെ ഫോൺ സൈസ് കൂട്ടാനും കഴിയും. ഫോൺ സൈസിനെ പറ്റി പഠിച്ചതിനു ശേഷം ഫോൺ കളർ എങ്ങനെ മാറ്റാം എന്ന് പഠിക്കാം. ഡോക്യുമെന്റിലെ വാക്കുകളുടെയോ ടൈപ്പ് ചെയ്ത വാചകങ്ങളുടെയോ കളർ സെലക്ട് ചെയ്യാൻ ഫോൺ കളർ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എന്ന ഹെഡിങ്ങിന് നമുക്ക് കളർ കൊടുക്കാം. വീണ്ടും എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. ടൂൾ ബാർ ഓപ്ഷനിലുള്ള ഫോൺ കളറിന്റെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വാക്കിന് ലൈറ്റ് ഗ്രീൻ കളർ കൊടുക്കാൻ ലൈറ്റ് ഗ്രീൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താങ്കൾക്ക് ഹെഡിംഗ് ഗ്രീൻ കളറിൽ കാണാം. ഫോൺ സൈസ് ഓപ്ഷന് അടുത്തായി 3 ഓപ്ഷനുകൾ കാണാം: ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ. പേരുകൾ പോലെ അവ വാക്കുകളെ ഒന്നുകിൽ ബോൾഡ്, ഇറ്റാലിക് അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുന്നു. ആദ്യം എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എന്ന ഹെഡിംഗ് സെലക്ട് ചെയ്യുക. ബോൾഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വാക്കിനെ ബോൾഡ് ആക്കുക. സെലക്ട് ചെയ്ത വാക്ക് ബോൾഡ് ആയതായി കാണാം. ഇതേപോലെ ഇറ്റാലിക്സ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വാക്ക് ഇറ്റാലിക്സ് ആയി മാറും. അണ്ടർലൈൻ ക്ലിക്ക് ചെയ്യുക. അണ്ടർലൈൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാക്കിന് അണ്ടർലൈൻ വരുന്നു. താങ്കൾക്ക് കാണാം സെലക്ട് ചെയ്ത വാക്കിന് അണ്ടർലൈൻ വന്നതായി. ഹെഡിങ്ങിനെ ബോൾഡും അണ്ടർലൈനും ചെയ്യാൻ ഇറ്റാലിക്സിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ഡിഫോൾട്ട് ആക്കുക. എന്നിട്ട് മറ്റ് 2 ഓപ്ഷനുകളും സെലക്ട് ചെയ്യുക. അങ്ങനെ ഹെഡിംഗ് ബോൾഡും അണ്ടർലൈനും ചെയ്തു.
ഇത് നമ്മെ ലിബ്ര ഓഫീസ് റൈറ്ററിനെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്തെത്തിക്കുന്നു. ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത് ഇവയാണ്: റൈറ്ററിൽ ടെക്സ്റ്റ് അലൈനിങ് ചെയ്യാൻ, ബുള്ളറ്റ്സും നമ്പറിങ്ങും, റൈറ്ററിലെ കട്ട്, കോപ്പി, പേസ്റ്റ് ഓപ്ഷനുകൾ, ബോൾഡ്, അണ്ടർലൈൻ, ഇറ്റാലിക്സ് ഓപ്ഷനുകൾ, റൈറ്ററിലെ ഫോണ്ട് നെയിം, ഫോണ്ട് സൈസ്, ഫോണ്ട് കളർ, കോംപ്രിഹെൻസീവ് അസസ്മെന്റ്. ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ആക്ടിവേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്റ്റൈൽ തിരഞ്ഞെടുത്തിട്ട് കുറച്ച് പോയിന്റ്സ് എഴുതുക. കുറച്ച് വാക്കുകളെ എടുത്തിട്ട് അതിന്റെ ഫോണ്ട് നെയിം ഫ്രീ സാൻസും ഫോണ്ട് സൈസ് 16 ആക്കുക. വാക്കുകൾ ഇറ്റാലിക്സ് ആക്കുക. ഫോണ്ട് കളർ റെഡ് ആക്കി മാറ്റുക. താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. അത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സമ്മറൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കാണാം. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വർക്ക്ഷോപ്പ് നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് സർട്ടിഫിക്കറ്റ്സ് നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക contact@spokentutorial.org. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് ടോക്ക് ടു എ ടീച്ചർ പ്രോജക്ടിന്റെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് spoken-tutorial.org/NMEICT-intro-യിൽ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ, IIT ബോംബെ. ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.